ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. പുട്ട് മാത്രം കഴിക്കുന്ന എന്ന വീട്ടിൽ ഇന്നൊരു ദോശ ഞാൻ ചുട്ടിട്ടുണ്ട്. എന്താ നടക്കുമെന്ന് അറിഞ്ഞൂടാ. ദോശയും കഴിച്ചിട്ട് നമ്മുടെ ആശാൻ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. അവൻ്റെ വണ്ടി ഇപ്പം വരും. അപ്പിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു പച്ച വണ്ടി വന്ന് നിൽക്കും. അതാണ് അവൻ്റെ വണ്ടി. ഇപ്പം അവൻ കയറി പോയതിന് ശേഷം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. അവൾ എഴുന്നേറ്റ് കാണും. ഞാൻ നോക്കിയിട്ട് വരാം. Good morning. ഡ്രസ്സൊക്കെ മാറി ഞാൻ വേറൊരു ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ വാരിക്കെട്ടിട്ട് ഇനി ഉച്ചക്കത്തേക്കുള്ള കുക്കിങ്ങിനുള്ള പുറപ്പാടാണ്. മുടിയൊക്കെ എനിക്ക് വാരൽ ഭയങ്കര പണിയാണ്. നിറയെ ചിക്കുമായിരിക്കും. ഇത്തിരി നീളമുള്ളതുകൊണ്ട് മുടിയുടെ ചിക്ക് കളയാനൊന്നും ഞാൻ അധികം വശം നിൽക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ അടുക്കളപ്പണി ഒരുക്കുക, അതിനുശേഷം പതിയെ ഇതൊക്കെ നോക്കലാണ് എൻ്റെ പരിപാടി. ദിവസേന തലവേദന കൂടി വരുന്നത് കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഇനി മുതൽ അങ്ങ് കണ്ണട യൂസ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് നാൾ കഴിയുമ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞു. ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരി എടുക്കുകയാണ്. ഈ കുഞ്ഞിപ്പെണ്ണുള്ളത് കൊണ്ട് വീട്ടിലെ പണിയെല്ലാം ഒരുങ്ങൽ ഭയങ്കര കഷ്ടമാണ്. കുട്ടികളുള്ള വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ ലോകവും കുഞ്ഞിതായിപ്പോവും. അവരുടെ കൂടെ നടക്കലും കരയലും ഓടലും ചാടലും. അവളുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടുമ്പം എന്തെങ്കിലും ചെറിയ പണി ഇങ്ങനെ ചെയ്ത് പോവാണ്. ഇടയ്ക്ക് ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട് അവളും വരും. ഹെൽപ്പിംഗ് ആണോ ഉപദ്രവമാണോ എന്ന് അവസാനം കണ്ടറിയാം. എന്ത് ഫ്രിഡ്ജിൻ്റെ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ എവിടെയായാലും ഓടിയെത്തും. ഞാനും അമ്മേ. അവളുടെ വിചാരം ഫ്രിഡ്ജിൻ്റെ അകത്ത് മുഴുവൻ മുട്ടായി എന്നാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്രിഡ്ജ് തുറക്കുമ്പോഴൊക്കെ മുട്ടായി കാണുന്ന കുട്ടികളുടെ ധാരണ ഫ്രിഡ്ജ് വെറും മുട്ടായി വെക്കാനുള്ളൊരു ഉപകരണമാണെന്നാണ്. കൊത്തവര മെഴുക്കുവരട്ടി ആക്കാമെന്ന് വിചാരിച്ചു. തലേന്നേ ഞാൻ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഇന്നലെ അമ്മ കൊടുത്തു വിട്ട കുറച്ച് പായസമായിരുന്നു. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് പായസം അവൾക്കും കൊടുത്തു. ബാക്കി പായസം ഞാനും എടുത്തു കഴിച്ചു. അപ്പോഴേക്കും ഫ്രിഡ്ജ് തുറന്ന് ഒരു സാധനം അവൾ കണ്ടെത്തി. കക്കിരി ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അത് ഉപ്പും കൂട്ടിയിട്ട് ഇങ്ങനെ കഴിച്ചോളും. അമ്മ അതൊന്ന് മുറിച്ചതാന്ന് പറഞ്ഞിട്ട് ഞാനതങ്ങ് മുറിച്ചു കൊടുക്കുകയാണ്. കഴിച്ചോ. അവൾ അച്ഛനെ കഴിപ്പിക്കാൻ പോയ ഗ്യാപ്പിൽ എൻ്റെ കറിയും തോരനും അവിടെ ആക്കി വെച്ചു ഞാൻ. തോരനല്ല, മെഴുക്ക് വരട്ടി. ഇവിടുത്തെ അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഈ വെണ്ടക്കയുടെ കറി. കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ അത് നല്ല ഇഷ്ടപ്പെട്ട് അങ്ങ് കൂട്ടുന്നതാണ്. നമുക്ക് പിന്നെ തലേന്നേ ഉള്ള ചിക്കൻ കറി ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു കറിയും വെക്കാനൊന്നുമില്ല.
മെഴുക്ക് വരട്ടിയും കൂടി ആക്കിയതിന് ശേഷം പിന്നെ അവളൊപ്പരം ഇന്ന് കളിക്കാലോ എന്ന് വിചാരിച്ചു. അവൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പണി ഒരുക്കലാണ് പതിവ്. അച്ഛന് തിന്നാൻ വേണോ? കടയിൽ പോയി വാങ്ങിച്ചിട്ട് വരാൻ പറ. പഴംപൊരി. ഞാൻ കുംഭവേന എടുക്കുന്നെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിന്റെ വക എക്സ്ട്രാ സ്ക്രിപ്റ്റാ. അമ്മ കുംഭവേന എടുക്കുന്നെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ അച്ഛനോട് കുംഭവേന എടുക്കുന്ന അമ്മയ്ക്കെന്ന് പറഞ്ഞേ? പഴംപൊരി കിട്ടിയ വയറുവേദന മാറും പറ. ഇഞ്ഞാ പഴംപൊരി എന്ന് പറയാൻ കിട്ടുന്നില്ല. വട എന്ന് പറഞ്ഞു. ആ പാമ്പോയി അല്ല, പഴംപൊരി. വട വട. ബർഗർ എന്ന് പറഞ്ഞ ബർഗർ അറിയില്ല. പൊറോട്ട. ആ